ജോൺ ബ്രിട്ടാസ് എം പി, നമ്മുടെ പോക്ക് എങ്ങോട്ടാണ് ആലോചിച്ച് നോക്കൂ. രണ്ട് സ്ത്രീകളാണെന്ന് പോലും നോക്കാതെ രണ്ട് സാധു സ്ത്രീകളെ ഇരുത്തി ആക്രോശമാണ്. ആ പറയുന്ന കൂടെയുള്ളവരുടെ തലക്കടിക്കലാണ്. പോലീസുകാർ കയ്യും വായും കിട്ടി നോക്കി നിൽക്കലാണ്. അത് കഴിഞ്ഞ് ഈ പറയുന്ന പേപ്പറൊക്കെ കാണിച്ചിട്ടും ഇല്ലാത്ത കുറ്റം, മതപരിവർത്തനമെന്നോ മനുഷ്യക്കടത്തുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗുരുതര കുറ്റങ്ങൾ ചുമത്തി ജയിലിലേക്ക് അടക്കലാണ്. ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അങ്ങേക്കറിയാവുന്നതാണ് ഈ മേഖല. പാവം മനുഷ്യർ, എംപവേർഡല്ലാത്ത പേടിച്ചാൽ പേടിക്കുന്ന പരമസാധ മനുഷ്യരുള്ള മേഖലയാണ്. മൊഴി ഇവർക്കെതിരെ തിരിച്ച് ഈ ഈ കന്യാസ്ത്രീമാർക്ക് ഫാദർ സ്റ്റാൻസ്വാമിയുടെ വിധി ഉണ്ടാവില്ല എന്നിക്കാലത്ത് എന്തെങ്കിലും ഉറപ്പുണ്ടോ ശ്രീ ജോൺ ബ്രിട്ടാസ്? യഥാർത്ഥത്തിൽ എന്നെ അതിശയിപ്പിക്കുന്നത് ഇവർക്കെതിരെ നടത്തിയ ആക്രമണവും അതല്ലെങ്കിൽ ഇവരെ ജയിലിലടച്ചതുമല്ല. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് എക്സിൽ വന്നിട്ട്, സാമൂഹ്യ മാധ്യമ ചാനലിൽ വന്നിട്ട് ബജ്റാങ് ദൾ പ്രവർത്തകരെ അനുമോദിച്ചു. ഇവർ മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തുകയായിരുന്നു. അതുകൊണ്ട് ഇവർ ഇതുപോലെ അപമാനിക്കപ്പെടേണ്ടത് ആയിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഈ പെൺകുട്ടികൾക്ക് നേഴ്സിംഗ് പരിശീലനം വാഗ്ദാനം ചെയ്തു, ജോലിയും വാഗ്ദാനം ചെയ്തു. ജോലി ചെയ്യാൻ പോകുന്ന പെൺകുട്ടികളല്ലേ? അവിടെ ആഗ്രയിൽ എനിക്കറിയാം സ്ഥാപനം, ഒരു ഹോളി ഫാമിലി ആശുപത്രിയുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് ഭാവിയിൽ ഒരു നഴ്സിംഗ് പരിശീലനം കൊടുക്കാമെന്ന് അഥവാ ആ കന്യാസ്ത്രീകൾ പറഞ്ഞാൽ തന്നെ എന്താണ് തെറ്റ്? ഇവരെ പട്ടിണി കിടന്ന് ചാകണോ? അതാണോ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത്? കേരളത്തിൽ നിന്ന് BJP-ക്കാർ അങ്ങോട്ട് പ്രതിനിധി സംഘത്തെ അയച്ചിട്ടുണ്ടല്ലോ. അവരോട് എത്തുന്നതിന് മുമ്പാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി എക്സിൽ വന്നിട്ട് ഈ കന്യാസ്ത്രീകളെ അപമാനിച്ച് അവരെ ഇരുത്തി ആർപ്പ് വിളിച്ച് അസഭ്യവർഷം ചൊരിഞ്ഞ് അവരെ ജയിലിലടച്ചതിനെ ന്യായീകരിച്ചുകൊണ്ട് പരസ്യമായി രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ അന്താളിപ്പിക്കുന്നത്. അതായത് ബജ്റാങ് ദൾ എന്നുള്ളത് ഛത്തീസ്ഗഡിൻ്റെ ഏറ്റവും ഔദ്യോഗികമായിട്ടുള്ള ഏജൻസിയാണെന്ന് അടിവരയിട്ടിരിക്കുന്നു. ഈ ഉത്തരേന്ത്യയിൽ നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ച് ഞാൻ നിരവധി തവണ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് സെഷനിൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് BJP ബെഞ്ചുകളിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ബെഞ്ചുകളിൽ ഇരിക്കുന്നത് എമ്പുരാന്മാരാണ്. കേരളത്തിലെ അരമനകളിൽ കേക്കുമായി കയറിയിറങ്ങും. കേരളത്തിൽ മാതാവിന് കിരീടം വെച്ച് കൊടുക്കും. മുനമ്പത്ത് കപട വാഗ്ദാനങ്ങൾ നൽകും. പക്ഷേങ്കിൽ ഉത്തരേന്ത്യയിൽ ആകമാനം ക്രൈസ്തവരെ ആക്രമിക്കുന്നു. ഞാനതിന് കണക്ക് പറഞ്ഞു. 2024 834 അതിക്രമങ്ങളാണ് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ നടന്നിരിക്കുന്നത്. എത്രയോ പള്ളികൾ കത്തിക്കുന്നു. കന്യാസ്ത്രീ വേഷം ധരിച്ച് ഒരാൾക്ക് ഉത്തരേന്ത്യയിലെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങൾ, ഭരണഘടന 16, 19, 25, 26 ഏത് വകുപ്പെടുത്ത് നോക്കിക്കൊള്ളൂ. ഈ വകുപ്പുകളുടെ നഗ്നമായ ലംഘനമാണ് അവിടെ നടന്നിരിക്കുന്നത്. പാവപ്പെട്ട 2 കന്യാസ്ത്രീകൾ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നു. ഞാൻ അതിൻ്റെ സാഹചര്യങ്ങളും അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ വിളിച്ച് ഞാൻ ശേഖരിച്ചു. ആ 2 കന്യാസ്ത്രീകൾ ഈ പെൺകുട്ടികളെ കണ്ടിട്ടില്ല. ഈ 3 പെൺകുട്ടികൾ ഈ കന്യാസ്ത്രീകളോടൊപ്പം ആഗ്രയിലേക്ക് പോകാൻ വേണ്ടി അവിടെ വന്നു, ഒരു പെൺകുട്ടിയുടെ സഹോദരനോടൊപ്പം. അപ്പോൾ അവർക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഉള്ള TT ഉൾപ്പെടെ ചോദിച്ചു, നിങ്ങൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ്? അപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റിൻ്റെ ആവശ്യമില്ല, ഞങ്ങളുടെ ടിക്കറ്റ് ഈ കന്യാസ്ത്രീകളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ കന്യാസ്ത്രീകളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ TT എന്ത് ചെയ്തു? ബജ്റാങ് ദൾ പ്രവർത്തകരെ വിളിച്ചു. ബജ്റാങ് ദൾ പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയാണ് ഈ കന്യാസ്ത്രീകളെ, ഈ പെൺകുട്ടികളെ ഒരുമിച്ച് ചേർത്തത്. നോക്കുക, അവിടെ ഇരുത്തി അസഭ്യവർഷങ്ങൾ കൊണ്ട്, അതായത് 100 കണക്കിന് ആൾക്കാർ അവരുടെ ചുറ്റും വളഞ്ഞു. പോലീസ് നിഷ്ക്രിയരായി. ബജ്റാങ് ദൾ പറയുന്ന പോലെ തന്നെ അവർ ചെയ്തു. ഇന്ത്യ എന്നുള്ള ജനാധിപത്യ രാജ്യത്ത്, മതനിരപേക്ഷതയുള്ള, തുല്യതയുള്ള, മൗലികാവകാശങ്ങളുള്ള ഒരു രാജ്യത്ത് നടന്ന ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഉത്തരേന്ത്യയിൽ ഉടനീളം മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഉത്തരേന്ത്യയിൽ BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന മതപരിവർത്തന നിരോധന നിയമം എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ആ നിയമത്തിൻ്റെ വകുപ്പുകൾ നോക്കുക. UAPA 2024 ഉത്തർപ്രദേശ് അവരുടെ മതപരിവർത്തന നിരോധന നിയമം ഭേദഗതി ചെയ്തു. UAPA-ക്കാളും കടുപ്പമാക്കി. അതായത് ഏതെങ്കിലും ആളെ മതപരിവർത്തനം ചെയ്തു എന്നുള്ളൊരു ആക്ഷേപം
ആ വ്യക്തിക്കോ കുടുംബാംഗങ്ങൾക്കോ ബന്ധുക്കൾക്കോ മാത്രം പോരാ. അഥവാ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി, മൂന്നാമതൊരാള്, അതായത് ഗാസിയാബാദിൽ ഒരാളെ മതപരിവർത്തനത്തിന് വിധേയമാക്കിയെന്ന് അലഹബാദിൽ ഇരുന്ന ഒരാൾ പരാതി കൊടുത്താൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. ഇത് 1 വർഷം മുമ്പ് ജൂലൈയിൽ ബറേലി കോടതിയിൽ ഒരു വിധിയുണ്ട്. 2 പേരുടെ വീട്ടിൽ ബൈബിൾ വെച്ചു എന്ന കാരണാൽ അവരെ മാസങ്ങളോളം ജയിലിലടച്ചു. ബറേലി കോടതി അത്ഭുതപ്പെട്ടു. ബറേലി കോടതി പറഞ്ഞു, ഈ നടപടിയെടുത്ത പോലീസുകാരെ ശിക്ഷിക്കണമെന്ന്. സാധാരണ നമ്മുടെ നീതി നിർവഹണ മേഖലയിൽ തന്നെ അസ്വസ്ഥത ജനിപ്പിക്കുന്ന ഒരുപാട് പ്രവണതകൾ ഉണ്ടെങ്കിൽ പോലും ഈ ബറേലി കോടതിയുടെ വിധി നമ്മളൊന്ന് വായിച്ചു നോക്കണം. ഉത്തരേന്ത്യയിലാകമാനം കഴിഞ്ഞ ജൂണിൽ മഹാരാഷ്ട്രയിൽ BJPയുടെ ഒരു MLA ആഹ്വാനം ചെയ്തു, ഇനി അച്ഛനെ ആദ്യം അടിക്കുന്നയാൾക്ക് 5 ലക്ഷം രൂപ, രണ്ടാമതൊരു അച്ഛനെ അടിച്ചാൽ 4 ലക്ഷം രൂപ, മൂന്നാമതൊരു അച്ഛനെ അടിച്ചാൽ വൈദ്യുതി അടിച്ചാൽ 3 ലക്ഷം രൂപ. എൻ്റെ അടുത്ത് ഇതിൻ്റെ മുഴുവൻ കണക്കുകളുണ്ട്. എന്താ കാരണം? ഈ കേരളത്തിൽ ഈ ക്രൈസ്തവരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് BJP നേതൃത്വം ശ്രമിക്കുമ്പോൾ എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമാക്കണം. ഒരു സ്ഥിതിവിവര കണക്ക് കൂടി ഞാൻ ഹാഷ്മി തരാം. അതായത് ബ്രിട്ടീഷുകാർ 200 വർഷം ഇന്ത്യ ഭരിച്ചല്ലോ, ഒരുപാട് വൈദേശിക ശക്തികൾ ഭരിച്ചു. ഇന്ത്യയിൽ ക്രൈസ്തവരുടെ ജനസംഖ്യ എത്രയാണ്? 2.3%. 2.3% ഒരു സമുദായത്തെക്കുറിച്ചാണ് ഈ മതപരിവർത്തനം എന്നുള്ള ആരോപണം ഉന്നയിച്ച് അവരുടെ സ്ഥാപനങ്ങളെ കടന്നാക്രമിക്കുന്നത്. എത്രത്തോളം പള്ളികൾ, ആതുരാലയങ്ങൾ ഇതൊക്കെ നശിപ്പിച്ചു. ഞാൻ ഒരു കാര്യം BJP നേതാക്കളോട് ഇന്നും ഞാൻ ചോദിച്ചു, ഈ പറയുന്ന നിങ്ങൾ അപഹസിക്കുന്ന, നിങ്ങൾ ശിക്ഷിക്കുന്ന, നിങ്ങൾ പീഡിപ്പിക്കുന്ന ഈ ക്രൈസ്തവ സ്കൂളുകളിൽ പഠിച്ചിറങ്ങിയവരല്ലേ നിങ്ങളുടെ മുൻനിരയിൽ ഇരിക്കുന്നത്? രാജ്യസഭയുടെ സഭാ നേതാവ് JP നഡ്ഡ, അദ്ദേഹം എവിടെ പഠിച്ചത്? സ്റ്റാൻ സ്വാമി എന്നുള്ളൊരു വൈദികനെ കൊല ചെയ്തില്ലേ? ആ സ്റ്റാൻ സ്വാമി പ്രദാനം ചെയ്ത ജസ്യൂട്ട്സ് പാതിരിമാർ നടത്തുന്ന പട്നയിലെ സെന്റ് സേവിയേഴ്സിലാണ് പഠിച്ചത്. നിങ്ങൾ ആരെ നോക്ക്, LK അദ്വാനി, സെന്റ് പാട്രിക്കില് നിങ്ങൾ പീയൂഷ് ഗോയൽ നോക്ക്, ഡോൺ ബോസ്കോ, നിർമ്മല സീതാരാമൻ, ജയശങ്കർ, ഇവരുടെ മക്കളൊക്കെ പഠിച്ചെവിടെയാണ്? ഇവരെയൊക്കെ ആരെങ്കിലും മതപരിവർത്തനം ചെയ്തോ? ഇവരൊക്കെ ഈ പറഞ്ഞ ക്രൈസ്തവ പുരോഹിതന്മാരും കന്യാസ്ത്രീകൾ നടത്തുന്ന സ്ഥാപനങ്ങളിലല്ലേ പഠിച്ചത്? ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ആതുര സേവനം നൽകുന്ന സ്ഥാപനങ്ങളല്ലേ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇവരെയൊക്കെ മതപരിവർത്തനം എന്നുള്ള പേരിൽ ഇവരെ ഇതുപോലെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഇന്ത്യയിൽ ഈ മതനിരപേക്ഷതയും ഭരണഘടനാ മൂല്യങ്ങളുടെയും ഒക്കെ പ്രസക്തി എന്താണ്? ഇതൊക്കെ യഥാർത്ഥത്തിൽ ഞാനെന്നുള്ള പൗരനെ വേദനിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് പാർലമെന്റിൽ അടിയന്തര പ്രമേയമായിട്ട് ഈ വിഷയം ഉന്നയിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത്. മാത്രമല്ല ഹാഷ്മി, ഇത് ഒരു ഹിമക്കട്ടയുടെ അഗ്രം മാത്രമാണ്. ഇപ്പോൾ ഈ ഛത്തീസ്ഗഡിൽ പോലും ഒരു പുതിയ ബില്ല് ഇവർ കൊണ്ടുവരികയാണ്. അതായത് ഇതുവരെയുള്ള മതപരിവർത്തന നിയമങ്ങളെ കർക്കശമാക്കി കഠിനമാക്കാൻ വേണ്ടിയുള്ള ഭേദഗതികളാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങോട്ടാണ് പോകുന്നത്? അതാണ് എന്നെ അന്താളിപ്പിക്കുന്നത്. എനിക്കിന്ന് ദീപികയുടെ മുഖപ്രസംഗം വായിച്ചപ്പോൾ, അതായത് കേരളത്തിൽ കന്യാസ്ത്രീക്ക് പ്രശംസാപത്രവും ഉത്തരേന്ത്യയിൽ ഈ പറഞ്ഞ കുറ്റപത്രവും നൽകുന്നു. ഇതൊരു പൊരുത്തക്കേടല്ലേ എന്ന് കേരള ഘടകത്തെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. എന്തിനാണ് ഇത്രമാത്രം സ്നേഹപൂർവ്വം ദീപിക ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തോടു കൂടി ഒരു വ്യക്തമായി സ്റ്റേറ്റ് ഏജൻസികളുടെ പൂർണ്ണ പങ്കാളിത്തത്തോടെ അതിനുശേഷം പ്രതികരണം വന്നു. പക്ഷേ പ്രതികരണം വന്ന് എപ്പോഴാണെന്ന് ജോൺ ബ്രിട്ടാസ്, നമ്മുടെ വി ശിവൻകുട്ടി ചോദിച്ചു. വി ശിവൻകുട്ടിക്ക് മാത്രം ചോദിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ താഴെത്തട്ടിൽ രാഷ്ട്രീയം കളിച്ചു വളർന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയം നടത്തിയുണ്ടായിരുന്ന നേതാവിന് മാത്രം ചോദിക്കാൻ കഴിയുന്ന പരുഷമായ ഭാഷയിൽ ചോദിച്ചു, തിരുമേനിമാരെ നിങ്ങൾക്ക് നിവർന്ന് 4 വർത്താനം പറയാൻ ഇത്ര പേടി എന്തിനാ എന്ന് ചോദിച്ചതിന്റെ പിന്നാലെ വന്നു പ്രതികരണം. നല്ല പ്രതികരണം വരട്ടെ.